ഹായ് ഗായ്സ്, പെട്ടെന്ന് തന്നെ ഒരു വൈറൽ കൊറിയൻ പ്രൊഡക്റ്റിന്റെ റിവ്യൂ കണ്ടാലോ. ഈ കൊറിയൻ പ്രൊഡക്റ്റ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുഖത്ത് വെട്ടിത്തണം. ഐ എം ജോക്കിംഗ്. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഇറങ്ങണില്ല. ഒറ്റ യൂസിൽ തന്നെ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ അത്രയും കെമിക്കൽസ് ഉണ്ടാവും ഗൈസ്. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റും ഇല്ല. അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഒന്നിൽ ചെന്ന് ചാടാതിരിക്കുക. ഓക്കെ, കൊറിയൻ സ്കിൻ കെയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കണമെന്നുള്ളത്. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 3-4 വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ദാൻ ബ്യൂട്ടി ഓഫ് ജോസിന്റെ റൈസ് ആൻഡ് ഹണി ഗ്ലോ മാസ്ക്. കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ശേഷം തന്നെയാണ് ഞാനും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. സോ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നത് ഈ മാസ്ക് ഭയങ്കരമായിട്ടുള്ള ഫസ്റ്റ് യൂസിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും, ഭയങ്കര ഗ്ലോ ആണ് സ്കിൻ, അങ്ങനെയോ ഇങ്ങനെയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞാൻ ഇതൊരു 3-4 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സിനകത്താണ് ഈ പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ നല്ല ഭംഗിയുള്ളൊരു സ്പൂൺ സ്പാച്ചുല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അങ്ങനെ സംഭവം വരുന്നുണ്ട്. ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസിൽ സ്കിൻ കുറച്ച് സോഫ്റ്റ് ആയ പോലെ മാത്രം തോന്നി, അല്ലാതെ ബ്രൈറ്റനിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് സോഫ്റ്റ് ആയ പോലെ തോന്നി, അതെനിക്ക് കേട്ടോ. രണ്ടാമത്തെ യൂസിൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു എൻ്റെ മുഖത്ത് എന്തൊരു മാറ്റം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് അതിട്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഏത് ഫേസ് പാക്കും ഇട്ട് കഴുകിയ ഉടനെ ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഡക്റ്റും നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോയോ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്ങോ തരില്ല. തന്ന് വിത്തിൻ ഹാഫ് ആൻ അവർ ഓർ 1 hour ഇറ്റ് വിൽ ബി സെയിം ലൈക്ക് ദാറ്റ് ബിഫോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കാണും എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ വിശ്വസിക്കേണ്ടതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതിന്റെ സ്മെല്ല് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ അരി അരച്ച് അതിലേക്ക് തേൻ ചേർത്ത്, കാരണം ഞാൻ അരി അരച്ച് തേൻ ചേർത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സെയിം സ്മെല്ലാണ് എനിക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്യുക. ഞാൻ വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് കാണാം. ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും വലിയ ചേഞ്ചസ് ഒന്നും എൻ്റെ ഫേസിലുണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ തൊടുമ്പോൾ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിഫറൻസ് ഫേസിൽ വരുമായിരിക്കാം. ഞാൻ എന്തായാലും ഈ ബോട്ടിൽ മുഴുവൻ യൂസ് ചെയ്ത ശേഷം ഒന്നും കൂടി ഞാൻ ഇതിന്റെ കാര്യം പറയാം. ഇതൊരു എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ, എനിക്ക് വലിയ എഫക്ട് ഒന്നും തോന്നില്ല. നിങ്ങൾ നല്ല സ്കിൻ കെയർ അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചോറ് അരച്ച് അതിന് കുറച്ച് തേൻ ഒഴിച്ച് യൂസ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഈ സംഭവം അത്രേ ഉള്ളൂ. ഇതിന്റെ സ്മെല്ല് ഏകദേശം അത് തന്നെയാണ്. ഒരു നാറിയ സ്മെല്ലുണ്ട്. ഈ ഫെർമെന്റഡ് റൈസിന്റെ സ്മെല്ലാണ് ഇത് കറക്റ്റ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ. ബൈ.